ഹലോ എവ്രി വോൺ. നമ്മുടെ പി ബ്ലോക്ക് ചാപ്റ്ററിൻ്റെ 8ാമത്തെ പാർട്ടാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗ്രൂപ്പ് 14 എലിമെൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞു. ഇനി അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ, ഇതാണ് നമ്മുടെ അന്നത്തെ ഫസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർബൺ കാണിക്കുന്ന അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് അനോമലസ് ബിഹേവിയർ കാർബൺ കാണിക്കുന്നു? ഞാനത് ഗ്രൂപ്പ് 13 എലമെൻസിൻ്റെ കേസിൽ ബോറോൺ അനോമലസ് ബിഹേവിയർ പറഞ്ഞ സമയത്ത് പറഞ്ഞ അതേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഓരോ ഗ്രൂപ്പിലും ആ ഗ്രൂപ്പിലുള്ള റെസ്പെക്റ്റീവ് എലമെൻസിൻ്റെ കേസിൽ ഫസ്റ്റ് മെമ്പർ ബാക്കിയുള്ള മെമ്പേഴ്സിൽ നിന്ന് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ അത് കാണിക്കാനുള്ള കാരണങ്ങൾ, ഒന്ന്, ഡി ഓർബിറ്റൽസ് ആബ്സെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ബോറോണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ലിഥിയത്തിൻ്റെ കേസിലും ബെറിലിയത്തിൻ്റെ കേസിലും ഒക്കെ അതുണ്ട്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ കാർബണിനെ കുറിച്ച് പറയുമ്പോൾ കാർബണിനും ഡി ഓർബിറ്റൽസ് ആബ്സെൻ്റ് ആണ്. പിന്നെ സൈസ് അത് വളരെ കുറവാണ്, 77 പൈക്കോമീറ്റർ മാത്രമാണ് അതിൻ്റെ സൈസ് ഉള്ളത്. വളരെ ചെറിയ അറ്റോമിക് സൈസുള്ള ഒരു എലമെൻ്റ് ആണ് കാർബൺ. മൂന്നാമത്തെ കാര്യം, വെരി ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ആ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാർബണിനാണുള്ളത്. നാലാമത്തെ കാര്യം, അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ 1086 കിലോ ജൂൾ പെർ മോൾ. ഒരു മോൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു മോൾ കാർബണിലായിട്ട് കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നമുക്ക് എത്ര വേണം? 1086 കിലോ ജൂൾ വേണം. അത്രയും ഹൈ എമൗണ്ട് അയോണൈസേഷൻ എൻതാൽപ്പിയാണുള്ളത്. ഇനി അഞ്ചാമത്തെ കാര്യം, പ്രസൻസ് ഓഫ് ഓൺലി 2 ഇലക്ട്രോൺസ് ഇൻ ദ പെനാൾട്ടിമേറ്റ് ഷെൽ. പെനാൾട്ടിമേറ്റ് ഷെല്ലിൽ എന്ന് വെച്ചാൽ അവസാനത്തെ ഷെല്ലിൽ നൽകുന്ന പേരെന്തായിരുന്നു? വാലൻസ് ഷെൽ. തൊട്ട് മുമ്പുള്ളതാണ് എന്ത്? പെനാൾട്ടിമേറ്റ് ഷെൽ. ഓക്കെ, അപ്പോൾ അതിൽ 2 ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീസൺസ് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ, അത് നമുക്ക് അനോമലസ് ബിഹേവിയർ തന്നെ പറയാൻ പറ്റും. ഫസ്റ്റ് വൺ, because of the smaller size and lowest atomic volume of carbon becomes hardest element in ഗ്രൂപ്പ് 14 എലമെൻറ്റ്. ഗ്രൂപ്പ് 14 എലമെൻറ്റിലെ ഏറ്റവും ചെറിയ എലമെൻറ്റും അതേപോലെ തന്നെ ആറ്റോമിക് വോളിയം വളരെ കുറഞ്ഞ എലമെൻറ്റും ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാർബൺ എന്താണ്? ആ ഗ്രൂപ്പ് 14 അല്ലെങ്കിൽ കാർബൺ ഫാമിലിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള, നല്ല ഹാർഡായിട്ടുള്ള എലമെൻറ്റാണ് ആര്? കാർബൺ എന്ന് പറയുന്ന ആൾ. രണ്ടാമത്തെ കാര്യം, കാർബൺ ഹാസ് ദ ഫോളോവിങ് ഹയസ്റ്റ് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ബാക്കിയുള്ള മെമ്പേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് കാർബണിന് താഴെ പറയുന്ന, നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ അതായിരിക്കും കാർബൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇപ്പം മെൽറ്റിംഗ് പോയിന്റ് നോക്കുവാണെങ്കിൽ, ബോയിലിംഗ് പോയിന്റ് നോക്കുവാണെങ്കിൽ, അയോണൈസേഷൻ എൻതാൽപ്പി നോക്കുവാണെങ്കിൽ, അതേപോലെ കാറ്റനേഷൻ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. കാറ്റനേഷൻ പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ, അതേപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുവാണെങ്കിൽ, ഇതെല്ലാം ആ ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സ് എന്ന് വെച്ചാൽ സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറോവിയം, ഇത്രയും ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഈ പറയുന്ന കാർബണിനായിരിക്കും ഇത്രയും പ്രോപ്പർട്ടീസ് ഹയസ്റ്റ് ആയിരിക്കുക. ഓക്കെ, ഇതൊക്കെ എന്താണ്? അനോമലസ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആറ്റോമിക് റേഡിയൈ ഏറ്റവും കുറവായിരിക്കുക കാർബണിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആയിരിക്കുക കാർബണിനാണ്. അയോണൈസേഷൻ ടൈപ്പിൻ്റെ വാല്യൂ എത്ര? 1096, ഏറ്റവും കൂടുതൽ കാർബണിനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇപ്പോൾ നമ്മുടെ കാർബണിൻ്റെ കേസിൽ തേർഡ് വൺ, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസ് അതിന് ആബ്സെൻ്റ് ആണല്ലോ. ഇറ്റ് ഹാസ് നോ ടെൻഡൻസി ടു ഫോം കോംപ്ലക്സ് അയോൺസ്. കോംപ്ലക്സ് അയോൺസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണ്ടേ? അത് പറ്റത്തില്ല. കാരണം എന്താണ്? ഡി ഓർബിറ്റൽസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി ആസ് എ റിസൾട്ട് ഇറ്റ്സ് മാക്സിമം കൊവാലൻസി റിമെയിൻസ് അറ്റ് 4. അപ്പം ഡി ഓർബിറ്റൽസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് കൊവാലൻസി എത്രയേ വരത്തുള്ളൂ? 4 വരത്തുള്ളൂ. സെയിം കാര്യമാണ് നമ്മൾ 13th ഗ്രൂപ്പ് എലമെൻസിൽ ബോറോണിൻ്റെ കേസിലും പറഞ്ഞിരുന്നത്. ഇപ്പം നിങ്ങൾ കാർബൺ എടുക്കുവാണെങ്കിൽ അറ്റോമിക് നമ്പർ 6 ആണ്. പിന്നെ മാത്രവുമല്ല 6 ഇലക്ട്രോൺസ് അതിലുണ്ട്, അല്ലേ? 1s2, 2s2, 2p2. ഇതാണ് വാലൻസ് ഷെൽ, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല, അല്ലേ? 2sഉം 2pയും കഴിഞ്ഞാൽ 2d ഉണ്ടോ? 2d ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കാം. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇലക്ട്രോണിൻ്റെ ഫില്ലിങ് 1s 2 എണ്ണം, 2s 2 എണ്ണം,
2p നമുക്കറിയാം 3 p ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ, px py pz അല്ലേ, ജനറലി നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇതിൽ എന്തുണ്ട്, 2 2p2 അല്ലേ, അപ്പോൾ ഒന്നതിലും ഉണ്ട്. ഓക്കെ, ഓരോ ഓർബിറ്റലിൽ ഓരോന്ന് വീതം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഈ 2s2 എന്ന് പറയുന്ന ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺസിലെ 1 എന്ത് ചെയ്യും, വൺ ഓഫ് ദ ഇലക്ട്രോൺസ് ഗോസ് ടു ദ വാക്കൻറ്റ് p ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ വാക്കൻ്റ് ആയി കിടക്കുന്ന p ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഇതിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും. അത് നമുക്കൊന്ന് കാണിക്കാം. ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇവിടെ എന്തായി, 2sൽ 1 ആയി, ബാക്കിയുള്ളതൊക്കെ എന്തായി, 2p1 അല്ലേ, 2p3 മുതലായി. ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു s ഓർബിറ്റലാണ്, ഇത് 3p ഓർബിറ്റലാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും, എന്തിനു വിധേയമാക്കും, ദേ അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ ടു ഫോം, എന്തിനാത്, ടു ഫോം sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കൂ, നാലാമത്തെ കാര്യം, കാർബൺ ഫോംസ് p മൾട്ടിപ്പിൾ ബോണ്ട്സ് വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഈ കാർബണിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ കാർബണിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, p മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ p മൾട്ടിപ്പിൾ ബോണ്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന 4th ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഇല്ലേ. ഓക്കെ, ഈ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ p ഓർബിറ്റൽ വഴിയാണ് ഫോം ചെയ്യപ്പെടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ p എന്ന് വിളിക്കാൻ തന്നെ കാരണം. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇത് കാർബണും തമ്മിലുള്ള ബോണ്ടുകളാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അത് നമ്മളെന്ത് വിളിച്ചത്, p മൾട്ടിപ്പിൾ ബോണ്ട്. അത് കാർബണുമായിട്ട് മാത്രമാണോ ഫോം ചെയ്യുക, അല്ല, വിത്ത് ഇറ്റ് സെൽഫ്, പിന്നെയോ ആൻഡ് അതേഴ്സ്, മറ്റുള്ള എലമെൻറ്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, p മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്, സി ഡബിൾ ബോണ്ട് ഓക്സിജനുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ സി ഡബിൾ ബോണ്ട് എസ് സൾഫറുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ സി ട്രിപ്പിൾ ബോണ്ട് എൻ നൈട്രജനുമായിട്ടും p മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ആര്, കാർബൺ. ഓക്കെ, ഇനി അതർ എലമെൻറ്റ്സ്, നമ്മുടെ കാർബണിൻ്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആളുകളില്ലേ, 14th ഗ്രൂപ്പിലുള്ള സിലിക്കൺ, ജർമേനിയം അങ്ങനെ തുടങ്ങി ലാസ്റ്റ് വരെയുള്ള ആൾക്കാർ, അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, p മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നില്ല. കാരണം അവരുടെ ആറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ കഴിയില്ല, ഡിഫ്യൂസ് ചെയ്യാൻ കഴിയില്ല. സോ ആറ്റോമിക് ഓർബിറ്റൽസ് വലുപ്പമുള്ളത് കൊണ്ട് അവർക്ക് p ബോണ്ട്സ് ഫോം ചെയ്യാൻ കഴിയില്ല. ആര് ഫോം ചെയ്യുന്ന പോലെ, നമ്മുടെ കാർബൺ ഫോം ചെയ്യുന്ന പോലെ. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം, കാർബൺ ഷോസ് എ സ്ട്രോങ് ടെൻഡൻസി ഓഫ് കാറ്റനേഷൻ ബൈ വിർച്യൂ ഓഫ് വിച്ച് it forms thousands of compounds. It happens because CC bonds are very strong. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കാറ്റനേഷൻ പ്രോപ്പർട്ടി നല്ലപോലെ ഹയസ്റ്റ് ആയിട്ട് കാണിക്കുന്ന എലമെൻ്റ് ആണ് കാർബൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കാരണത്താൽ ഇതിന് ആയിരക്കണക്കിന് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാർബണിന് മറ്റു കാർബണുകളുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ ഫോം ചെയ്യാനുള്ള കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, കാറ്റനേഷൻ. നമുക്കതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ നമുക്ക് പറയാനുണ്ട്, നമുക്ക് നോക്കാം. ഇറ്റ് ഹാപ്പൻസ്, ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണ്, കാർബൺ ബോണ്ട്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുകളാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് കാറ്റനേഷൻ, നമുക്കതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, ദ പ്രോപ്പർട്ടി ഓഫ് സെൽഫ് ലിങ്കിങ് ഓഫ് ആറ്റംസ് ഓഫ് എൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ, ഇപ്പോൾ കാർബൺ അതിൻ്റെ ഒരു എലമെൻ്റ് ആണല്ലോ, അതിൻ്റെ ആറ്റങ്ങൾ കാർബൺ ആറ്റങ്ങളാണല്ലോ. അപ്പോൾ അതിന് സെൽഫ് ലിങ്ക് ചെയ്യുക വെച്ചാൽ അത് വേറെ തന്നെയുള്ള കാർബണുകളുമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ബോണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്തിനാണത്, ടു ഫോം സ്ട്രൈറ്റ് ഓർ ബ്രാഞ്ച്ഡ് ചെയിൻസ്. ഒന്നെങ്കിൽ സ്ട്രൈറ്റ് ചെയിൻസ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻസ് ഫോം ചെയ്യുക. അത് മാത്രമാണോ, അല്ല. ആൻഡ് റിങ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്, വ്യത്യസ്ത സൈസിലുള്ള റിങ്ങുകൾ ഫോം ചെയ്യുക. 3 മെമ്പേർഡ് ആയിരിക്കാം, 4 മെമ്പേർഡ് ആയിരിക്കാം, 5, 6, 7 അങ്ങനെ തുടങ്ങി ഇത്ര വലുപ്പമുള്ള റിങ്ങുകൾ ഫോം ചെയ്യാനും അതിന് പറ്റും. ബൈ ഏത് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്, ബൈ കോവാലന്റ് ബോണ്ട്സ് ഇസ് കോൾഡ് കാറ്റനേഷൻ. അപ്പോൾ കാർബൺ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റിന് തൻ്റെ ആറ്റങ്ങൾക്ക് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുക. എന്തിനൊക്കെ, ടു ഫോം സ്ട്രൈറ്റ് ചെയിൻസ്, ബ്രാഞ്ച്ഡ് ചെയിൻസ് ഓർ റിങ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. ഓക്കെ, ബൈ കോവാലന്റ് ബോണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓർഗാനിക് സെക്ഷനിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾ എഴുതാം. നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ള കുറച്ച് ആൾക്കാരാണ് അത്, ഗ്രാഫൈറ്റ്, ഡയമണ്ട്,
അതേപോലെ ബക്മിൻസ്റ്റർ ഫ്ലോറിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇതിൽ നമുക്ക് എക്സാമ്പിളാണ്. കാർബണിൻ്റെ ഈ ഒരു കാറ്റനേഷൻ പ്രോപ്പർട്ടിക്കുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് ഈ കാണിച്ച 3 നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള കാര്യം ഡൗൺ ദ ഗ്രൂപ്പിന് താഴേക്ക് വരുന്ന സമയത്ത് ദ സൈസ് ഇൻക്രീസസ് ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ഗ്രൂപ്പിന് താഴേക്ക് വരുമ്പം സൈസ് കൂടി വരുമല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം അറിയാം, വാട്ട് ഈസ് ഡിക്രീസിങ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് ഓൾസോ ഡിക്രീസിങ്. അപ്പോൾ അതുവഴി എന്ത് കുറയും? കാറ്റനേഷൻ ടെൻഡൻസി കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാം, കാർബണിനാണ് ഹയ്യസ്റ്റ് ആയിട്ട് എന്ത് കാണിക്കുന്ന ആൾ? കാറ്റനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾ. ബാക്കി ആ ഗ്രൂപ്പിലെ ആൾക്കാർക്കൊന്നും കാർബണിനെ പോലെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പീരിയോഡിക് ടേബിളിൽ തന്നെ കാർബണിനെ പോലെ കാറ്റനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന മറ്റൊരു എലമെൻറ്റ് ഇല്ല. ഹയ്യസ്റ്റ് ആര് തന്നെയാണ്? കാർബൺ തന്നെയാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ബോണ്ട് എൻതാൽപ്പി വാല്യൂസ്. ബോണ്ട് എൻതാൽപ്പിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ നോക്കൂ, ഇപ്പം ബോണ്ട് എൻതാൽപ്പി നമ്മൾ കിലോ ജൂൾ പെർ മോളാണ് അതിൻ്റെ വാല്യൂസ് കാണിക്കുക. CC സിംഗിൾ ബോണ്ടിൻ്റെ കേസിൽ 348 കിലോ ജൂൾ പെർ മോളാണ്. സിലിക്കൺ ബോണ്ട് നോക്കുകയാണെങ്കിൽ 297 ആണ്. അതേപോലെ ജെർമേനിയം ബോണ്ടിൻ്റെത് 260, ടിൻ ബോണ്ടിൻ്റെത് 240 കിലോ ജൂൾ പെർ മോൾ. ലെഡ് ബോണ്ടുള്ളത് 81, വളരെ കുറവാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കാറ്റനേഷൻ പ്രോപ്പർട്ടി അതിൻ്റെ ഓർഡർ എടുക്കുവാണെങ്കിൽ കാർബണിന് വളരെ കൂടുതലാണ് ബാക്കിയുള്ള ആൾക്കാരെ കാണും. അതിനേക്കാളും കുറവാണ് സിലിക്കണിനേക്കാളും കുറവാണ് ജെർമേനിയം. അപ്പോൾ ഈ ജെർമേനിയത്തിൻ്റെയും ടിന്നിൻ്റെയും വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ജെർമേനിയം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടിൻ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇത് പിന്നെ പറഞ്ഞുള്ളത് വളരെ കുറവാണ്, നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, വേർ ആസ് ലെഡ് ഡസ് നോട്ട് ഷോ കാറ്റനേഷൻ. അതാ പറഞ്ഞത് അല്ലേ, കാറ്റനേഷൻ പ്രോപ്പർട്ടി ലെഡ് കാണിക്കുന്നേ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. അലോട്രോപ്സ് ഓഫ് കാർബൺ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു 3 സ്ട്രക്ചേഴ്സ് അല്ലേ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ബക്മിൻസ്റ്റർ ഫ്ലറിൻ. അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അലോട്രോപ്പുകൾ എന്ന് വിളിക്കുക. നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്. ഓക്കെ, ഡ്യൂ ടു ദ കാറ്റനേഷൻ ആൻഡ് p-pi ബോണ്ട് ഫോർമേഷൻ കാർബൺ ഷോസ് അലോട്രോപ്പിക് ഫോംസ്. അപ്പോൾ നമ്മുടെ കാർബണിന് കാറ്റനേഷൻ പ്രോപ്പർട്ടി കാണിക്കാനുള്ള കഴിവ് കൊണ്ടും അതേപോലെ p-pi മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവുകൾ കൊണ്ടും നമ്മുടെ കാർബൺ എന്ത് ചെയ്യും, അത് വ്യത്യസ്തമായിട്ടുള്ള ഫോംസിൽ അപ്പിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അലോട്രോപ്പിക് ഫോംസ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അതിൻ്റെ അലോട്രോപ്സ് ഓഫ് കാർബണെ നമുക്ക് രണ്ടെണ്ണമാക്കി തിരിക്കാം. ഒന്ന് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള അലോട്രോപ്സ് ഉണ്ട്, അതേപോലെ അമോഫസ് ആയിട്ടുള്ള അലോട്രോപ്സ് ഉണ്ട്. നമുക്ക് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ളത് 3 ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഡയമണ്ട് ആണ്, മറ്റൊന്ന് ഗ്രാഫൈറ്റ് ആണ്, ദെൻ തേർഡ് വൺ ഫുള്ളറൈൻ ആണ്. ഓക്കെ, ഇനി ഡയമണ്ട് കണ്ടല്ലോ, ഗ്രാഫൈറ്റ്, ഇതാണ് ഗ്രാഫൈറ്റ്. ഇനി ഫുള്ളറൈൻസ് എങ്ങനെയാ? ഇതാണ് സ്ട്രക്ചർ ഫുള്ളറൈൻ്റെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫുട്ബോൾ പോലെ നമുക്ക് തോന്നും, മനസ്സിലായോ? കംപ്ലീറ്റ്ലി ഇതിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല. നമുക്ക് ഒരു സാമ്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചത്, ബക്കി ബോൾസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫുള്ളറൈൻസ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് അമോഫസ് ആയിട്ടുള്ള അലോട്രോപ്സ്, അത് ഏതൊക്കെയാ? ഒന്ന് ചാർക്കോൾ ആണ്, അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ഒന്ന് വുഡ് ചാർക്കോൾ ഉണ്ട്, ഇതാണ് വുഡ് ചാർക്കോൾ അല്ലേ, നമ്മുടെ കൽക്കരി എന്നൊക്കെ പറഞ്ഞ സാധനം. നെക്സ്റ്റ് ആനിമൽ ചാർക്കോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്നത്, മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ അമോഫസ് ആയിട്ടുള്ള അലോട്രോപ്പ് ഏതാണ്? ലാംപ് ബ്ലാക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഇങ്ക് മഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ലാംപ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അലോട്രോപ്സ് 2 ടൈപ്സ് ഉണ്ട്, ക്രിസ്റ്റലൈൻ ആൻഡ് അമോഫസ്. അതിൽ ക്രിസ്റ്റലൈൻ എന്നൊക്കെ ഉള്ളത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൈൻ. നമ്മൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡയമണ്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഡയമണ്ട് അല്ലേ, നമുക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. അതേപോലെ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള തിളക്കം, അതിനൊക്കെ റീസൺസ് എന്താണ്? അതിൻ്റെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്, അതിൻ്റെ അതേപോലെ സ്ട്രെങ്ത്ത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഡയമണ്ട് ഹാസ് എ ക്രിസ്റ്റലൈൻ ലാറ്റിസ് ആൻഡ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നോക്കി നമുക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഇതിന് കാരണം എന്താണ്? അതിനൊരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ലാറ്റിസ് ഉണ്ട്, അതേപോലെ 3D നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. വെച്ചാൽ ഇതിനുള്ളിലുള്ള കാർബൺ ആയിട്ട് കംപ്ലീറ്റ്ലി കാർബൺ മാത്രമേ ഡയമണ്ടിനകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം,
നമ്മുടെ ഡയമണ്ട് കാർബണാണ്, അതേസമയം നമ്മുടെ കൽക്കരിയും കാർബണാണ്, അല്ലെങ്കിൽ കരിയും കാർബണാണ്. ഓക്കെ, വ്യത്യാസം നോക്കൂ നിങ്ങൾ, ഒന്നിനൊട്ടും വിലയില്ല, ഇതിനാണെങ്കിലോ വളരെ വില കൂടിയുള്ള സംഭവമാണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, ഇതാണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ. നേരത്തെ നിങ്ങൾ കണ്ടു, അതെന്താണ്, ഫിസിക്കലായിട്ടുള്ള സ്റ്റേറ്റാണ് നമ്മൾ കണ്ടത് അല്ലേ. എന്നാൽ ഇത് അതിൻ്റെ ഇൻറ്റേർണലി നമ്മൾ കെമിസ്ട്രി അതിലേക്ക് പറഞ്ഞതാണ്. കെമിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഡയമണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു ബ്രൗണിഷ് കളർ, ഗ്രേ കളർ ആയിട്ടുള്ള റൗണ്ട്സ്, അതെന്താണ്, കാർബൺ ആറ്റംസ് ആണ് എല്ലാം. നിങ്ങൾക്ക് ഇവിടെ മാത്രം എടുക്കുവാണെങ്കിൽ ടെട്രാഹീഡ്രലാണ് സ്ട്രക്ചർ അല്ലേ. ഇതവിടെ ഒരു കാർബൺ, മുകളിലേക്ക് ഇവിടേക്ക് ഇവിടേക്ക് ഇവിടേക്ക്, ഇങ്ങനെയാണ്. ഇത് 3D ഇമേജ് ആണ്. നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ 2D ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ടെട്രാഹീഡ്രൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. CC ബോണ്ട് ലെങ്ത്, അപ്പോൾ നമ്മളിവിടെ കാർബൺ ബോണ്ട് ലെങ്ത് നോക്കുവാണെങ്കിൽ അത് എത്രയാണ് ഉണ്ടാവുക, 154 പൈക്കോമീറ്റർ ആണ് ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, ഇനി കാർബൺ അണ്ടർഗോസ് sp3 ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, കെമിക്കൽ ബോണ്ടിങ് നമ്മൾ പഠിച്ച കാര്യമാണ്. ടെട്രാഹൈഡ്രൽ ജിയോമെട്രി ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഓക്കെ, ഇനിയുള്ള കാര്യം എന്താണ്, ഓരോ കാർബൺ ആറ്റവും ലിങ്ക്ഡ് ചെയ്തിരിക്കുന്നത് മറ്റ് 4 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് ബൈ കോവാലന്റ് ബോണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർബൺ എടുക്കൂ, ഈ ഒരു കാർബൺ ഇവിടേക്ക് 1 2 3 4 കണ്ടോ, ആ ഒരു കാർബൺ 4 മറ്റ് കാർബണുകളുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു ഇൻ ടെട്രാഹൈഡ്രൽ ഫാഷൻ. ടെട്രാഹൈഡ്രൽ ഫാഷൻ അല്ലേ ഉള്ളത്. നമ്മൾ ഇത്രയും സെക്ഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും ടെട്രാഹൈഡ്രലാണ്. അപ്പം ബാക്കിയെല്ലാം എന്തുതന്നെയാണ്, ടെട്രാഹൈഡ്രലാണ്. അപ്പോൾ നമ്മുടെ ഡയമണ്ടിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് ഇത് ചിത്രത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി ഇത് ഭയങ്കരമായിട്ടുള്ള 3D നെറ്റ്വർക്ക് ആണെന്ന് ഇവിടെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ടെട്രാഹൈഡ്രൽ ജിയോമെട്രി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, സിൻസ് ഓൾ 4 വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് കാർബൺ ആർ ഇൻവോൾവ്ഡ് ഇൻ ബോണ്ടിങ് ആൻഡ് ദർ ഈസ് നോ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് സോ ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാർബണിൻ്റെ കേസിൽ, ഈ കാർബണിന് നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺസ് 4 എണ്ണമാണ്. ആ 4 എണ്ണം ഉപയോഗിച്ച് 4 ഭാഗത്തേക്കും ബോണ്ട് ഉണ്ടാക്കിയില്ലേ. പിന്നെ അവിടെ എന്തെങ്കിലും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഒറ്റ ഫ്രീ ഇലക്ട്രോൺസും ഇല്ല. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ആരെ വേണം, ഇലക്ട്രോൺസ് വേണ്ടേ. ഇലക്ട്രോൺസ് ഇല്ലാതെ എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്ന ആൾ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം കാർബൺ 6 അല്ലേ, നമ്മൾ നേരത്തെ അതേ കാണിച്ചിരുന്നു, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചത്. ഓക്കെ, ഇനി എക്സൈറ്റഡ് ആകുന്ന സമയത്ത് ഈ 2sൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇവിടേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഇതേപോലെ വരും. നമ്മൾ എന്ത് വിളിക്കും ഇതിനെ, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണല്ലേ ഇത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസും 3 പിയും. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, തൊട്ടുമ്പത്തെ സൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു sp3 ആണെന്ന് പറഞ്ഞിരുന്നു, ടെട്രാഹൈഡ്രലാണെന്ന് അല്ലേ. അതിനുള്ള കറക്റ്റ് പ്രൂഫാണത് കാണിച്ചത്. കണ്ടോ, ഒരു എസും 3 പിയും, sp3 ഹൈബ്രിഡൈസേഷൻ. ആർക്ക്, ഡയമണ്ടിന്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 അലോട്രോപ്പ് ഉണ്ട്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൈൻസ്. അതിൽ ഡയമണ്ട് മാത്രമാണ് sp3 ഉള്ളത്, ബാക്കി 2 എണ്ണം sp2 ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഡു യു നോ ഡയമണ്ട് ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, ഡയമണ്ടാണ്. ഡയമണ്ടിനേക്കാളും സ്ട്രെങ്ത് ഉള്ള, അല്ലെങ്കിൽ അത്രയും ഹാർഡായിട്ടുള്ള മറ്റൊരു സബ്സ്റ്റൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും പാറക്കല്ലൊക്കെ പറയാമെന്ന്, പക്ഷേ ഈ പാറക്കല്ല് വരെ പൊട്ടിക്കാൻ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഡയമണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയമണ്ടിന് പല ഫോംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, യൂസുകൾ നോക്കാം. ഡയമണ്ട് ആസ് എ പ്രഷ്യസ് സ്റ്റോൺ ആൻഡ് ഇസ് യൂസ്ഡ് ഇൻ ജ്വല്ലറി ആൻഡ് ഓൾസോ ഇൻ ഓർണമെൻറ്റ്സ്. ഓക്കെ, ജ്വല്ലറീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓർണമെൻ്റ് ആയിട്ട് അല്ലേ, ആഭരണങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡയമണ്ട്. ഓക്കെ, നമുക്ക് കൂടുതൽ പറയൊന്നും വേണ്ട, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ദെൻ ഡയമണ്ട് ഈസ് യൂസ്ഡ് ആസ് എൻ അബ്രേസീവ് ഫോർ ഷാർപ്പനിങ് ഹാർഡ് ടൂൾസ്. നല്ല ഹാർഡായിട്ടുള്ള ടൂൾസ്, ഇപ്പോൾ നമ്മുടെ ഈ കത്തി, ഇതിനൊക്കെ നമുക്ക് മൂർച്ച കൂട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയമണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് അവിടെ കിടത്തിച്ച് എന്താണ്, അതൊരു ഫോം ഓഫ് ഡയമണ്ടാണ്. ഓക്കെ, കാരണം അത് അത്രയും ഹാർഡ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അതിനെ മൂർച്ച വെക്കാൻ പറ്റും, ഷാർപ്പനിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഫോർ ഇലക്ട്രിക് ബൾബ്സ്. ബൾബിലൊക്കെയുള്ള ടങ്സ്റ്റൺ ഫിലമെൻറ്റുകൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാറുണ്ടോ, നമ്മുടെ ഡയമണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് കേട്ടോ. ഓക്കെ,
ദെൻ ഡയമണ്ട് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡൈസ് ആൻഡ് ഫോർ റോക്ക് ഡ്രില്ലിങ്. പാറയൊക്കെ നമുക്ക് ഡ്രില്ല് ചെയ്യാനും അതേപോലെ ഡൈസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഈ പാറയൊക്കെ പൊട്ടിക്കാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ആളായിരിക്കേണ്ടേ നമ്മുടെ ഡയമണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ? ഡയമണ്ട് ഇസ് ക്വാലൻറ്റ് യെറ്റ് ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഡയമണ്ട് ക്വാലൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്, പക്ഷേ അതിന് മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്. എന്താണ് കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഒരു 3D നെറ്റ്വർക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ? അതിലാണെങ്കിൽ കംപ്ലീറ്റ് CC ബോണ്ട്, കാർബൺ കാർബൺ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ പോലും അവിടെ എവിടെ ഇല്ല അല്ലേ? വിച്ച് ആർ വെരി ഡിഫിക്കൾട്ട് ടു ബ്രേക്ക്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള CC ബോണ്ട് ആയതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നല്ല പോലെ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മെൽറ്റിംഗ് പോയിൻറ്റ് അതിന് കൂടാനുള്ള കാരണം. ഓക്കെ, മേ ബി അത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം കേട്ടോ. ഈ രണ്ടാമത്തെ ആലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഗ്രാഫൈറ്റ് ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ കാർബണിൻ്റെ കേസിൽ, ഡയമണ്ടിൻ്റെ കേസിൽ അവിടെ ഉണ്ടായിരുന്നത് ഓൺലി ക്വാലൻ്റ് ബോണ്ടുകൾ മാത്രമാണ്. അതേപോലെ തന്നെ ഒരു കാർബൺ മറ്റ് 4 കാർബണുമായിട്ട് ക്വാലൻ്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് ആ ഒരു ക്വാലൻ്റ് ബോണ്ടിനെ കുറിച്ച് മാത്രമല്ല പറയണത്, അതിൻ്റെ പുറമെ എന്തുകൂടെ പറയാനുണ്ട്? വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കൂടെ പറയാനുണ്ട്. നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാഫൈറ്റിൽ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഓരോ ലെയേഴ്സാണ്. ഓക്കെ, ഓരോ ഷീറ്റുകളെ പോലെ കണ്ടാൽ മതി. നിങ്ങൾ അട്ടിക്ക് വെച്ചിരിക്കുന്ന ഷീറ്റുകളെ പോലെ കണ്ടാൽ മതി. അപ്പം ഈ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഇടയിൽ അവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് വഴിയാണ്? ത്രൂ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ വാൻ ഡെർ വാൾസ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ നോക്കി വെക്കുക. പലരും തെറ്റിക്കുന്ന ഒന്നുകൂടെയാണ്, സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കാം, നമ്മൾ ചിത്രം വരച്ച് കാണിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതേപോലെയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇതേ ഒരു ഹെക്സൺ സ്ട്രക്ചർ ഉണ്ട് അവിടെ. അപ്പം ഇതിങ്ങനെ ഒരു ലെയറാണ്, ഇത് തൊട്ട് താഴെ വേറെ ലെയർ. അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ, ആ അട്രാക്ഷനാണിതാ ഈ ഫുള്ള് നമ്മൾ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ഡോട്ടുകളൊക്കെ എന്താണ്? കാർബണാണ്. അപ്പോൾ അതാ ഇവിടെ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, ഇതെന്താണ്? അത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണിച്ചതാണ്. 2 ലെയറുകൾ തമ്മിൽ. 2 ലെയർ അല്ലേ ഉണ്ടാവുക, ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കണക്ഷൻ എങ്ങനെ, അല്ലെങ്കിൽ അട്രാക്ഷൻ എങ്ങനെയാണ്? ത്രൂ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ അത് വീക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വീക്കാണ് എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലെയർ ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെയേഴ്സ് ഇസ് 340 പൈക്കോമീറ്റർ ഓർ 3.4 ആങ്സ്ട്രോം. ഇവിടെ നമുക്ക് 2 ലെയേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ആ 2 ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുക? 340 പൈക്കോമീറ്റർ ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈച്ച് ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് പ്ലാനാർ ഹെക്സഗണൽ റിങ്സ് ഓഫ് കാർബൺ ആറ്റംസ്. നേരത്തെ കാണിച്ചു തന്നു. ഇപ്പോൾ ഇതാ ഇതൊരു ലെയറാണ്. ഈ ലെയറിൽ എന്താ ഉള്ളത്? ഹെക്സഗണൽ റിങ്സ് അല്ലേ കാർബണിൻ്റെ? നോക്ക് നിങ്ങൾ, 2, 4, 6. അപ്പോൾ ഹെക്സായില്ലേ? അപ്പോൾ ഇത് ഹെക്സഗണലായിട്ടുള്ള പ്ലാനാർ റിങ്ങുകൾ, അതിങ്ങനെ കോഴ്സ് ഒരു ലെയർ ഉണ്ടാവുക. ഇനി അതേപോലെ അടുത്ത ലെയർ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ 2 ലെയേഴ്സിൻ്റെ ഇടയിൽ എന്തുകൂടെയുണ്ട്? വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടെയുണ്ട്. 340 പൈക്കോമീറ്റർ ആണ് 2 ലെയറിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ഇതാണ്ടോ 3 ലെയേഴ്സ് കാണിച്ചു തന്നു. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരാൻ കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 3D ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി കാർബൺ ബോണ്ട് ലെങ്ത് വിത്തിൻ ദ ലെയർ ഇസ് 141.5 പൈക്കോമീറ്റർ ഓർ 1.415 ആങ്സ്ട്രോം. ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 340 പൈക്കോമീറ്റർ എന്താണ്? ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ ഇപ്പം പറഞ്ഞ കാര്യം വെച്ചാൽ ഇവിടെയുള്ള ഈ ലെയറിലുള്ള 2 കാർബൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത്രയുള്ളത്, അത് 141.5 പൈക്കോമീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1.415 ആങ്സ്ട്രോം എന്നും പറയാം. ഓക്കെ, അതവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഇൻ ഗ്രാഫൈറ്റിൽ ഈച്ച് കാർബൺ ആറ്റം ഇസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഓരോ കാർബൺ ആറ്റവും എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ളതാണ്.
ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ, നമ്മുടെ ഡയമണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള അലോട്രോപ്സ് ഓഫ് കാർബണിൽ sp3 ഉള്ളത്, ബാക്കി രണ്ടെണ്ണം sp2 ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി ഇവിടെ നമ്മൾക്കത് കാണിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് കാർബൺ ആറ്റം. ഇതേപോലെ ഉണ്ടാവുക 1s2 2s2 2p2. ദെൻ എക്സൈറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ഈ 2sലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വരും. ഇനി ഇവിടെ എന്താണ് ഫോം ചെയ്യപ്പെടുക, ഒരു എസും അതേപോലെ 2pയും തമ്മിൽ ഹൈബ്രിഡൈസേഷന് വിധേയമാകും. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അവിടെ ഫോം ചെയ്യും. ഇനിയോ ഇവിടെ 1 ഇലക്ട്രോൺ ഇവിടെ ബാക്കിയില്ലേ, ഇതെന്താണ്, ഫ്രീ ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡയമണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല, കാരണം അതിന് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതെന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ആ പോയിന്റ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാഫൈറ്റിൽ നാലാമത്തെ ഇലക്ട്രോൺ എന്താണ്, ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആണ്. ആ മൊത്തം ഒരു ലെയറിൽ മൊത്തം എന്തായിരിക്കും, ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ആര്, ഗ്രാഫൈറ്റ്. മനസ്സിലായോ? ഇനി ഗ്രാഫൈറ്റിൻ്റെ തന്നെ യൂസസ് നോക്കാം. ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഗ്രാഫൈറ്റ്. പിന്നെ സ്ലിപ്പറി, ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടായിരിക്കും അതിന്. സോ യൂസ്ഡ് ആസ് എ ഡ്രൈ ലൂബ്രിക്കൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഓയിൽ. അപ്പോൾ നമ്മൾ ഈ ഓയിലിനും ഗ്രീസിനും ഒക്കെ പകരമായിട്ട് നമുക്ക് ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യാം, ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിനൊരു സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിപ്പം ഗ്രാഫൈറ്റിൻ്റെ ഒരു ലൂബ്രിക്കൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, മെഷീൻസിൻ്റെ പാർട്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? നെക്സ്റ്റ്, ആസ് ഗ്രാഫൈറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി, അപ്പോൾ ചിത്രം കണ്ടില്ലേ നിങ്ങൾ, ഗ്രാഫൈറ്റ് റോഡുകൾ. അപ്പോൾ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം, ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അത് ഇലക്ട്രിസിറ്റി നല്ലപോലെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്. പിന്നെ വാക്സ് അല്ലെങ്കിൽ ക്ലേ, ഇതുമായിട്ട് നമ്മൾ ഗ്രാഫൈറ്റിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ലെഡ് പെൻസിലിൻ്റെ കോറുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെൻസിലിൻ്റെ സെൻറ്ററിൽ കാണുന്നില്ലേ, നമ്മൾ പെൻസിലായിട്ട് യൂസ് ചെയ്യുന്നത് എഴുതാൻ വേണ്ടിയിട്ട്. അതെന്താണ് അതിൽ, ശരിക്കും അത് ഗ്രാഫൈറ്റും ക്ലേയും അല്ലെങ്കിൽ ഗ്രാഫൈറ്റും വാക്സും ആണ് അതിലുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാഫൈറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡ്രൈ സെൽസ് ആൻഡ് ബാറ്ററീസ്. ഡ്രൈ സെല്ലുകളിലും അതേപോലെ ബാറ്ററീസ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്രാഫൈറ്റ് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ അതേപോലെ അവസാനത്തെയും കാർബണിൻ്റെ അലോട്രോപ്പാണ് ഫുള്ളറീൻസ്. ഓക്കെ, ഫുള്ളറീൻസ് ക്രോട്ടോസ്മോളി ആൻഡ് കേൾ. ഇപ്പോൾ ക്രോട്ടോസ്മോളി ആൻഡ് കേൾ അല്ലേ, റിച്ചാർഡ് എഫ് കേൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ മുഴുവൻ പേര്. അപ്പോൾ ക്രോട്ടോസ്മോളി ആൻഡ് കേൾ, ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയതൊക്കെ. അപ്പോൾ ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തിന്, ഫുള്ളറീൻസ് കണ്ടെത്തിയതാണ്. വിച്ച് ഇസ് എ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള അലോട്രോപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നെണ്ണം എന്ത് തന്നെയാണ്, അലോട്രോപ്സ് എന്താണ്, ക്രിസ്റ്റലൈൻ ആണെന്ന് അല്ലേ, വ്യക്തമായിട്ട് ക്ലാസിഫിക്കേഷനകത്ത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോട്ടോസ്മോളി ആൻഡ് കേൾ. ഓക്കെ, ഈ രണ്ട് പേരാണ്. അപ്പോൾ അവരുടെ കയ്യിലെ സ്ട്രക്ചർ എന്താണ്, നമ്മുടെ ബക്മിൻസ്റ്റർ ഫുള്ളറൈൻ സ്ട്രക്ചർ ആണുള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, ദ ഫാമിലി ഓഫ് സ്ഫെറിക്കൽ കാർബൺ കേജ് മോളിക്യൂൾസ് ആർ നോൺ ആസ് ഫുള്ളറൈൻസ്. ഫുള്ളറൈൻസ് പറഞ്ഞാൽ എന്താണ്, സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഗോളാകൃതിയിലുള്ള കാർബൺ കേജ്, കാർബണിൻ്റെ ഒരു കൂട് അല്ലേ, അങ്ങനത്തെ ഒരു മോളിക്യൂളാണ് എന്ത്, നമ്മുടെ ഫുള്ളറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നോക്കൂ അവിടെ ഇതാ അല്ലേ, ഒരു സ്ഫെറിക്കലാണ് അല്ലേ, ഗോളാകൃതിയാണുള്ളത്. പിന്നെ മാത്രമല്ല ഒരു കൂട് പോലെ, കാർബണിൻ്റെ ഫുള്ള് കാർബൺ മാത്രമാണ്, വേറെ ഒന്നും അതിലില്ല, ഹൈഡ്രജനൊന്നുമില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി കാർബൺ മാത്രമാണ് അതിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, സ്ട്രക്ചർ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്, ഒരു ബോളിനെ പോലെയാണുള്ളത് അല്ലേ സ്ട്രക്ചറൊക്കെ. ഇനി പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. വെൻ ഗ്രാഫൈറ്റ് ഈസ് ഹീറ്റഡ് ഇൻ ആൻ ഇലക്ട്രിക് ആർക്ക് ഇൻ an inert atmosphere, എന്ന് വെച്ചാൽ ഹീലിയം അല്ലെങ്കിൽ നിയോൺ പോലെയുള്ള നോബിൾ ഗ്യാസിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫൈറ്റിന് ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സൂറ്റി മെറ്റീരിയൽ അവിടെ ഫോം ചെയ്യും ബൈ കണ്ടൻസേഷൻ ഓഫ് വാപ്പറൈസ്ഡ് കാർബൺ n ടൈംസ്. എന്ന് വെച്ചാൽ ആ n എന്നുള്ളത് എന്താവാം, 50 ആവാം, 60 ആവാം, അത് എനി നമ്പർ ആവാം. ഓക്കെ, ആർ നോൺ ആസ് ഫുള്ളറീൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫുള്ളറീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ആ ഒരു സെറ്റപ്പ്. നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചത് മാത്രം. ഓക്കെ, കോഴ്സ് ബോർഡ് ഉണ്ടായിരിക്കും, അതിനുള്ളിലാണ് നമ്മൾ എന്ത് വെക്കുക, ഗ്രാഫൈറ്റ് വെക്കുക. ഓക്കെ, അതിന് ഫർണസിൽ നമ്മൾ വെച്ച് നല്ല പോലെ എന്ത് ചെയ്യും, ഇലക്ട്രിക് ആർക്ക് കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യും. ഓക്കെ,
അതിനുള്ളിൽ നടത്തുന്ന ഗ്യാസ് എന്തായിരിക്കും? ഹീലിയം അല്ലെങ്കിൽ നിയോൺ ആയിരിക്കും. ഓക്കെ, സെറ്റപ്പ് കണ്ടല്ലോ അല്ലേ? ഇനി മേജർ ക്വാണ്ടിറ്റി, അപ്പോൾ അവിടെ ഫോം ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നതായിരിക്കും C60 എന്ന് പറയുന്ന ഫ്ലോറിൻ ആയിരിക്കും. കാർബൺ 60 അല്ലെങ്കിൽ C60 അതാണ് ഫ്ലോറിൻ കേട്ടോ. നമ്മളത് CN ടൈംസ് എന്ന് കാണിച്ചതിൻ്റെ ഒരു എക്സാമ്പിളാണ് C60. ഓക്കെ, ഇനി ഇതാണ് C60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രക്ചർ കണ്ടോ? ചെറുതായിരിക്കും. നെക്സ്റ്റ് കുറച്ച് എന്ത് ഫോം ചെയ്യും? C70 ഫോം ചെയ്യും. ഇതാണ് C70, കുറച്ചുകൂടെ ഒരു സൈസൊക്കെ ഉണ്ടായിരിക്കും. പിന്നെയോ ഫുള്ളറിൻസ് ഏതൊക്കെയുണ്ട്? ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അപ് ടു 350 ഓർ എബവ്, 350 കാർബണുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കാം. അതേപോലെ 540 അത്രയും ഹൈ നമ്പറുള്ള ഫ്ലോറിൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനിയുള്ളത് എന്താണ്? ഫ്ലോറിൻസിനെ തന്നെ ബീങ് കവാലൻറ്റ്, എല്ലാം കവാലൻ്റ് ബോണ്ടുകളാണ്. ആർ റെഡിലി സോലുബിൾ ഇൻ ഓർഗാനിക് സോളിഡ്സ്. നമുക്കറിയാം ഒരു സെൻറ്റൻസ് ഉണ്ട് അല്ലേ, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ പോളാറിലും നോൺ പോളാറിലും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ കവാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവ എന്ത് ചെയ്യും? ഓർഗാനിക് സോൾവൻസിൽ നല്ല പോലെ സോലുബിൾ ആയിരിക്കും. ഓക്കെ, കണ്ടോ? ഇനി ഫ്ലോറിൻസ് റിയാക്ട് വിത്ത് ഗ്രൂപ്പ് 1 മെറ്റൽസ്. ഗ്രൂപ്പ് 1 ആയിരുന്നു നമ്മുടെ ആൽക്കലി മെറ്റൽസ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം അല്ലേ? അപ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് K3C60 സോൾട്ട് വിച്ച് ബിഹേവ്സ് ആസ് എ സൂപ്പർ കണ്ടക്ടർ ബിലോ 18 കെൽവിൻ. 18 കെൽവിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് K3C60 എന്ന് പറയുന്ന സോളിഡ് അതെന്ത് ചെയ്യും? സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ, എന്താണ് സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് എക്സാക്ട്ലി 0 ഇലക്ട്രിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് തീരെ ഉണ്ടാവില്ല കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 0 എന്ന് തന്നെ പറയാം. ആൻ എക്സ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് അക്കറിങ് ഇൻ എ സർട്ടൻ മെറ്റീരിയൽ വെൻ കൂൾഡ് ബിലോ എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് താഴെയായിട്ട് നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പൾ ചെയ്യപ്പെടും. അതേപോലെ റെസിസ്റ്റൻസ് എന്തായിപ്പെടും? അത് 0 ആയിട്ട് മാറും. ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അങ്ങനെ കാണിക്കുന്ന മെറ്റീരിയൽസിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടർ. ഒരു എക്സാമ്പിൾ ഏതാണ്? K3C60 ആണ്. ഓക്കെ, ഇത് ഞാൻ എക്സ്ട്രാ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫ്ലോറിൻസ് ആർ ദ ഓൺലി പ്യുവർ ഫോം ഓഫ് കാർബൺ ആർ കേജ് ലൈക്ക് മോളിക്യൂൾസ്. നമ്മുടെ കാർബണിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഒരു ഫോം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുക ഫ്ലോറിൻസ് ആണ് എഴുതാൻ പറ്റുക. മനസ്സിലായോ? ഓക്കെ, ഇനി C60 മോളിക്യൂൾസ് ഹാസ് എ ഷേപ്പ് ലൈക്ക് സോക്കർ ബോൾ. സോക്കർ ബോളിനെ പോലെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ C60 അല്ലെങ്കിൽ കാർബൺ 60 ഫ്ലോറിൻ മോളിക്യൂൾസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വിളിക്കുക അതിനെ? ബക്ക്മിൻസ്റ്റർ ഫ്ലോറിൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബക്കി ബോൾസ് എന്ന് വിളിക്കാറുണ്ട്. ഈ പേര് ഓർത്തു വെക്കണം കേട്ടോ. C60 നമ്മൾ വിളിക്കുന്ന പേരാണ്. ഓക്കെ, കണ്ടല്ലോ സ്ട്രക്ചർ. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഭാഗം എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ചോദിക്കാറുണ്ട്, അതേപോലെ പബ്ലിക്കും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇവിടെ 6 മെമ്പേർഡ് റിങ്ങുകളുണ്ട്. ഈ C60 നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 6 മെമ്പേർഡ് ഇവിടെ ഇപ്പോൾ 6 മെമ്പേർഡ് റിങ് കാണാൻ പറ്റും. അതേപോലെ തൊട്ടടുത്തതോ 5 മെമ്പേർഡ് റിങ് കാണാൻ പറ്റും. അപ്പോൾ ഈ C60 മോളിക്യൂൾസിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 20 6 മെമ്പേർഡ് റിങ്ങുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 12 5 മെമ്പേർഡ് റിങ്ങുകൾ ഉണ്ടായിരിക്കും. ഇനി ഈ റിങ്ങിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് നിങ്ങൾ നോക്കിക്കോളൂ, അതൊന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ, ജസ്റ്റ് കാണിച്ചത് മാത്രം. ഇവിടെ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇപ്പം 5 മെമ്പേർഡ് റിങ്സും ഉണ്ട് 6 മെമ്പേർഡ് റിങ്സും ഉണ്ട്. അപ്പോൾ അതിൽ ഈ 6 മെമ്പേർഡ് റിങ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒരു മിനിറ്റ്, നമ്മുടെ 6 മെമ്പേർഡ് റിങ്ങിനകത്ത് നിങ്ങൾ സോറി C60 മോളിക്യൂൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 5 മെമ്പേർഡ് റിങ് ഇതാണ് 5 മെമ്പേർഡ് റിങ്, ഇതോ 6 മെമ്പേർഡ് റിങ് ആണ്. അപ്പോൾ ഒരു 6 മെമ്പേർഡ് റിങ് എന്ത് ചെയ്യും? അത് വേറെ ഒരു 6 മെമ്പേർഡ് റിങ്ങുമായിട്ടും അതേപോലെ വേറെ ഒരു 5 റിങ്ങുമായിട്ടും എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കുക, 6 മെമ്പേർഡ് റിങ് ആണ് അറ്റാച്ച്ഡ് വിത്ത് 5 മെമ്പേർഡ്. അതേപോലെ ഇത് 6 മെമ്പേർഡ് റിങ് ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാച്ച്ഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആണ്. എന്നാൽ 5 മെമ്പേർഡ് റിങ്ങിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാലോ, ദാറ്റ് ക്യാൻ ഓൺലി ബി ഫ്യൂസ്ഡ് വിത്ത് 6 മെമ്പേർഡ് റിങ്. ഈ 5 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
5ൻ്റെ ചുറ്റോട് ചുറ്റും ആരെന്നെ ഉണ്ടാവുക 6 മെമ്പർ റിംഗ് ഉണ്ടാവുക, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ചോദിക്കാറുണ്ട്, നമ്മുടെ പബ്ലിക് എക്സാമിനും ചോദിക്കാറുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യണ സെക്ഷനാണ് കേട്ടോ. ഓക്കെ, ഇനി carbon atoms undergo sp2 hybridization in case of fullerenes. Okay, each carbon of 3 sigma bonds with other carbons. അപ്പം ഓരോ കാർബണും 3 സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട് മറ്റ് കാർബൺ ആറ്റങ്ങളുമായിട്ട്. ദ റിമൈനിങ് ഇലക്ട്രോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ആരോമാറ്റിക് ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ ഫുള്ളറീൻസിൻ്റെ ആരോമാറ്റിക് ക്യാരക്ടറിന് കാരണക്കാരനായിട്ടുള്ള ആളാണ് ആ ബാക്കിയുള്ള 4ാമത്തെ ഇലക്ട്രോൺ. ഓക്കെ, ദെൻ ദേ ഹാവ് 60 വേർട്ടിസസ്. നമ്മുടെ ഫുള്ളറീൻസിന് 60 വേർട്ടിസസ് ഉണ്ട്. അതിൽ തന്നെ ഓരോ വേർട്ടിസസിലും ഓരോ കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഈച്ച് വൺ ഈസ് ഒക്യുപ്പൈഡ് ബൈ 1 കാർബൺ. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോട്ട് ചെയ്യാനുള്ളൊരു സെക്ഷനാണ്. എന്താണെന്ന് നോക്കാം. ഗ്രാഫൈറ്റ് ഇസ് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് കാർബൺ. ഈ ഒരു പോയിന്റ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റാണ്. അതേപോലെ പബ്ലിക്കിനും ചോദിക്കാറുണ്ട് 1 മാർക്കായിട്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ എന്തായിരിക്കും? കാർബണിൻ്റെ അലോട്രോപ്പിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള, തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളാരാന്ന് ചോദിക്കും. അതാരാണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫൈറ്റിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ΔHF അല്ലേ, അതെത്രയാണ്? 0 ആയാണ് എടുക്കാറുള്ളത്. ആൻഡ് ഫോർ ഡയമണ്ടിൻ്റെ കേസാണെങ്കിലോ 1.9 കിലോജൂൾ പെർ മോൾ ആണ്. അതേപോലെ ഫുള്ളറീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? 38.13 കിലോജൂൾ പെർ മോൾ ആണ് നമ്മൾ പറയുക. മനസ്സിലായോ? അപ്പോൾ അത് ഗ്രാഫൈറ്റിൻ്റെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രാഫൈറ്റ് ഇസ് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് കാർബൺ. ഓക്കെ, പ്രത്യേകം ഓർത്തു വെക്കണം, മറന്നു പോകാൻ പാടില്ല കേട്ടോ. അത് എൻട്രൻസ് പോയിന്റുമാണ്, പബ്ലിക് എക്സാമിൻ്റെ പോയിന്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ പാർട്ട് 8 പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് കാലം കൊണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ടാവുള്ളൂ. നെക്സ്റ്റ് പാർട്ടോടെ കൂടെ നമുക്ക് പരമാവധി ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.